and 250 എഡിഷൻ വായിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്രയധികം സിനിമകളാണ്. ഓരോരുത്തർക്കും ഓരോ സിനിമ, ഓരോ ദൃശ്യങ്ങളാണ്, ഓരോ ബിംബങ്ങളാണ്. ഓരോ പ്രശംസയും എൻ്റെ തലക്കടിക്കുന്ന ഒരു ആണിയാവണം. ഒരു ഓസ്കാർ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സാണ്. നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുമോ എന്ന് തന്നെ നമുക്കറിയത്തില്ല. നമ്മൾ ചുമ്മാ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ഇങ്ങനെ പറയും, ഇതൊക്കെ സംഭവിച്ചു പോകുന്നല്ലേ, ഞാനും ആഗ്രഹിച്ചല്ലോ 16 വർഷം കാത്തിരിക്കണമെന്ന്. പുസ്തകവുമായിട്ട് സിനിമ ആരും കാണാൻ വരില്ല എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. സ്പോട്ട്ലൈറ്റിൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡയറക്ടർ ബ്ലെസ്സിയാണ്. വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. നമസ്കാരം. എനിക്ക് തിയേറ്ററിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്ന ആൾക്കാർ ഫോണിൽ സംസാരിക്കുന്നു, ആ സീൻ ഈ സീൻ എന്നൊക്കെ പറഞ്ഞ് ഒച്ചയും ബഹളം, അങ്ങനെ ഒന്നുമില്ലാതെ ഒരു ഫുൾ തിയേറ്റർ ഹൗസ്ഫുള്ളായിട്ട് ഫോക്കസ്ഡ് ആയിട്ടൊരു സിനിമ കാണുന്നതും അതിനുശേഷം തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നത് വരെ ഞാൻ കണ്ടു. അപ്പം അത്രയും വലിയൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്ന് തോന്നുന്നു ഇത്രയും വർഷം കഴിഞ്ഞ് ഫൈനലി ദ റിസൾട്ട് ഇസ് ഔട്ട്. ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? കവിത പറയുമ്പോൾ എന്ന പോലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല ഇതുവരെ ഈ കാര്യങ്ങളൊന്നും. തിയേറ്ററിൽ പോയി കണ്ടില്ല? ഇല്ല. അതെന്താ? സാധാരണ ഞാൻ അങ്ങനെ പോയി തിയേറ്ററിൽ ഉടനെ ഒന്നും പോയാൽ എനിക്ക് അങ്ങനെ ഒരു കൃത്യമായ എനിക്ക് അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതിലുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലും എനിക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പബ്ലിക്കിൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ സിനിമ കണ്ടിട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓർമ്മയിലില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇപ്പോൾ ഒരു 11 വർഷമായി ഞാനൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കളിമണ്ണിന് ശേഷം. മിക്ക സിനിമകളിലും ഒരുപാട് പെയിൻ ഉണ്ട്, പക്ഷെ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചത് 2-3 മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ. നമുക്കത് കഴിഞ്ഞത് വേണമെങ്കിൽ വിട്ട് കളയാൻ കുറച്ച് ദിവസങ്ങളിൽ കളയാവുന്നതാണ്. പക്ഷേ ഈ സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ലോങ് പ്രോസസ്സിൽ ഇത്രയും പെയിൻഫുൾ കാര്യങ്ങളൊക്കെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യാതെ, ഇമോഷണലി ഇമ്പാക്ട് ചെയ്യാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത്? എനിക്കൊരു അതിൻ്റേതായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറഞ്ഞാൽ. അത് ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും മനസ്സിലാകുക എന്നുള്ളത് മാത്രമാണ്. ജീവിതം തന്നെയാണല്ലോ ഈ സിനിമ എന്ന് പറയുന്നത്. സിനിമ വെറുതെ ഒരു പ്രൊഫഷണൽ മാത്രമല്ല എന്നുള്ളത് കൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. നമ്മൾ പറഞ്ഞു കേട്ടേക്കുന്നത് സിനിമ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അന്യനാണ്. ഇപ്പം ഞാൻ കാണുന്നതും പിന്നെ പുറത്ത് കാണുന്നതൊക്കെ അമ്പിയാണെന്ന് പറയാം. ഇതല്ലാതെ റെമോ എപ്പോഴെങ്കിലും പുറത്ത് വന്നു? അതായത് സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് അതൊക്കെ ഉണ്ടോ? റെമോ എപ്പോൾ വരും? ഇല്ല, എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് ഒരുപാട് ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്കൊന്ന് കാഴ്ച എന്ന സിനിമ റിലീസ് ചെയ്ത് എനിക്ക് ഫസ്റ്റ് ഡേ തിയേറ്ററിൽ, സവിത തിയേറ്ററിൽ ഞാൻ വരുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ എടുത്തുകൊണ്ടൊക്കെ നടക്കുകയൊക്കെ ആ കാലത്ത് എന്താണ്, ഞാൻ കുറച്ചുകൂടി ചെറുപ്പമാണല്ലോ, 20 വയസ്സ് കുറവായിരിക്കാം, അങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ധാരാളം ഇൻ്റർവ്യൂസും ധാരാളം പ്രശംസകളും ഒക്കെ കിട്ടിയപ്പോൾ അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്, ഓരോ പ്രശംസയും എൻ്റെ തലക്കടിക്കുന്ന ഒരു ആണിയാവണം. കാരണം അങ്ങനെ ആഘോഷിക്കപ്പെടേണ്ടതല്ല എന്നുള്ളൊരു തോന്നൽ അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഞാൻ സന്തോഷിക്കാറില്ല. ആർക്കും റിവ്യൂ പറയാം, ഇഷ്ടംപോലെ റിവ്യൂസ് ഒക്കെ വരുന്നതിൽ എല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യമാണ്, ഓസ്കാർ കിട്ടിയിരിക്കും, മലയാളത്തിന്റെ ഓസ്കാർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, അത് പറയുന്ന എല്ലാവരുടെ ഒരു സന്തോഷം കൊണ്ട് പറയുന്നു തോന്നിയിട്ടുള്ളൂ. അതിന് മേലെ എന്താ പറയണ്ടേ എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ ഒരു സന്തോഷം പറയുന്നത് വെച്ചാൽ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഒരു ഓസ്കാർ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സാണ്. നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുമോ എന്ന് തന്നെ നമുക്കറിയത്തില്ല. കാരണം ഒരു ലോസ് ഏഞ്ചൽസിലെ ഒരു തിയേറ്ററിൽ ഇത്ര ഷോ നമ്മൾ നടത്തിയിരിക്കണം, ഏതാണ്ട് ഒരു 10,000 അടുത്തുള്ള മെമ്പേഴ്സിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം, അവരെ സിനിമ കാണിക്കണം, അവർക്ക് വലിയ പാർട്ടികൾ നടത്തണം, അങ്ങനെ കോടികളുടെ ഒരു വലിയ ബിസിനസ്സാണ് അത്. അതിനൊക്കെയുള്ളൊരു അവസ്ഥ നമ്മുടെ ഈ കൊച്ചു സിനിമയ്ക്കുണ്ടോ, എനിക്കുണ്ടോ എന്നുള്ള എൻ്റെ ഒരു സംശയമുള്ളൂ. 2008 ആടുജീവിതം പബ്ലിഷ് ആവുന്നത്. പബ്ലിഷ് ചെയ്ത ഉടനെ വായിച്ചതാണോ, വായിച്ച ഉടനെ എടുത്ത ഡിസിഷനാണോ ഇത് ഞാൻ ചെയ്യണം എന്നുള്ളത്? ഒരുവിധം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്, പക്ഷെങ്കിൽ ഭ്രമരത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റും മറ്റു വർക്കുകളും നടക്കുന്നൊരു സമയത്താണ്, ആ കാലഘട്ടത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം ശ്രദ്ധിക്കാതെ പോയതാണ് ഈ നോവൽ. പക്ഷെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഗസ്റ്റ് ഹൗസിൽ, തിരുവല്ല ഗസ്റ്റ് ഹൗസിൽ, വീടവിളിയുടെ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് ഭ്രമരത്തിൻ്റെ വർക്കുകളായിട്ടിരിക്കുമ്പോഴാണ് ശ്രീ രവിവർമ്മ തമ്പുരാൻ, അദ്ദേഹം മനോരമയുടെ ന്യൂസ് എഡിറ്ററും
ചെറുകഥാകൃത്തും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ എന്തോ ഒരു കുറിപ്പ് എഴുതാനായിട്ടാണ് എൻ്റെ അടുത്ത് വരികയും നമ്മൾ കുറച്ച് ദീർഘമായി സംസാരിച്ചതൊക്കെ ഒരു കാലഘട്ടത്തിൽ 70കളിലും ഒക്കെ നോവലിനെ ആധികരിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. എനിക്കൊന്ന് കെ.എസ്. സേതുമാധവൻ സാറിൻ്റെ ഒരുപാട് 10-30 സിനിമകൾ നോവലിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. തകഴി, അങ്ങനെ ഒരു ബഷീർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ. തന്മാത്രയും എനിക്ക് തോന്നുന്നു പത്മരാജൻ്റെ സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. ഓർമ്മ എന്ന ചെറുകഥയിൽ നിന്നാണ് ഞാനത് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്റ്റോറി ലൈൻ ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ. പക്ഷേ എന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ആ ഇതിൽ നിന്നാണ്. അപ്പം എന്തുകൊണ്ട് സിനിമകളിപ്പം സാഹിത്യത്തിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഇപ്പം സിനിമ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു മാറ്റമാണ്. മറ്റേന്ന് ഒരു ഡ്രാമ, ഒരു സോഷ്യൽ ഡ്രാമ മാത്രമായിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം കഥകളുടെ പ്രസക്തി ഉണ്ടായത്. അപ്പം തമ്പുരാനാണ് എനിക്ക് പറഞ്ഞ് എൻ്റെ ഇങ്ങനൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, അത് വായിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തന്നെ എനിക്ക് രവിവർമ്മ തമ്പുരാനാണ് ഈ പുസ്തകം എനിക്ക് ആദ്യമായിട്ട് അയച്ചു തരുന്നത്. അതിൽ ബെന്യാമിൻ്റെ നമ്പറും ഉണ്ടായിരുന്നു. അപ്പോൾ വായിച്ചതിന് ശേഷം ഞാൻ ബെന്യാമിനെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ദൃശ്യ സാധ്യത എനിക്ക് തോന്നി, അതിൻ്റെ ഒരു ക്യാൻവാസ് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഈ ആടുജീവിതത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണം എന്നൊരു സ്വപ്നമാണെങ്കിൽ പോലും 2 വർഷം 3 വർഷം ഒരു 4-5 വർഷത്തിലൊക്കെ സാധാരണ ആളുകൾ ചിലപ്പോൾ ഗീവപ്പ് ചെയ്യും. പക്ഷേ 16 years ആയിട്ടും ഗീവപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബ്ലെസ്സി എന്ന ഡയറക്ടർ, ബ്ലെസ്സി എന്ന വ്യക്തിക്ക് കൊടുത്ത പ്രോമിസ് എന്തായിരുന്നു? നമ്മൾ ചുമ്മാ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ഇങ്ങനെ പറയും. പക്ഷെ ഇതൊക്കെ സംഭവിച്ചു പോകുന്നല്ലേ. ഞാനും ആഗ്രഹിച്ചല്ലോ 16 വർഷം കാത്തിരിക്കണമെന്നൊന്നും. അപ്പം ഇതിന് ഒരുപാട് പ്രോസസ്സുണ്ട്. ഇപ്പം ഇതൊരു സിനിമയാക്കാം എന്ന് വിചാരിച്ച് ബെന്യാമിനിൽ നിന്ന് അതിൻ്റെ റൈറ്റ്സ് വാങ്ങിക്കുമ്പോഴും ഒക്കെ ഒരിക്കലും വിചാരിച്ചില്ല ഇതൊരു 16 വർഷത്തെ പ്രോസസ്സായിരിക്കും, അല്ല ഇത്ര കാലഘട്ടം നീണ്ടിരിക്കുന്നൊരു പ്രോസസ്സായിരിക്കും. അപ്പം പിന്നീട് ഇത് എങ്ങനെ ഒരു സ്ക്രീൻ പ്ലേയിലേക്ക് എത്താം. അപ്പം ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു എടുത്തുചാട്ടമാണല്ലോ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുക. മുങ്ങിത്താഴുമ്പോഴാണ് അതിൻ്റെ ഒരു നീന്തുക എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നീട് ആണ് ഇത്രയധികം വായിച്ചൊരു നോവൽ എങ്ങനെ സ്ക്രീൻ പ്ലേ എഴുതാൻ പറ്റും. അപ്പം ഘട്ടങ്ങളായിട്ട് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഞാനിത് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ ബെന്യാമിനെക്കാട്ടും കൂടുതൽ ഈ പുസ്തകം വായിച്ചിട്ടുള്ളത് ഞാനായിരിക്കും. അപ്പം എന്തൊക്കെ എലമെൻസാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഒപ്പം തന്നെ പ്രേക്ഷകർ ഈ നോവലിനെ വായനക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ 250 എഡിഷൻ വായിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്രയധികം ലക്ഷക്കണക്കിന് സിനിമകളാണ്. ഓരോരുത്തർക്കും ഓരോ സിനിമ, ഓരോ ദൃശ്യങ്ങളാണ്, ഓരോ ബിംബങ്ങളാണ്. അപ്പം അതിനെ എങ്ങനെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് എഴുത്തിലെ ഏറ്റവും ആദ്യത്തെ വെല്ലുവിളി ഉണ്ടായിരുന്നത്. അതൊരു ഭയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതുകൊണ്ട് തന്നെ എൻ്റേതായിട്ടുള്ള ഒരു വേർഷൻ എന്നുള്ളതല്ല, സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ളത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വളരെ ഭയത്തോടുകൂടി ചോദിച്ചിട്ടുണ്ട്, ഒരാൾ തനിച്ചൊരു മരുഭൂമിയിൽ തനിച്ചാകുന്നു, അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ എങ്ങനെയാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ പുസ്തകവുമായിട്ട് സിനിമ ആരും കാണാൻ വരില്ല എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെങ്കിലും പുസ്തകം അങ്ങനെ തന്നെ ആയില്ലല്ലോ, കമ്പാരിസൺ എന്തായാലും വരും. പക്ഷെ അതിൻ്റെ ഒരു ചുമതല, ഉത്തരവാദിത്തം എനിക്കില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള സിനിമകൾക്ക് സ്ക്രീൻ പ്ലേ ചെയ്യുന്നതും കാണിക്കുന്നതും ഒക്കെ വേറൊരു തലത്തിലായിരിക്കണമല്ലോ. അപ്പോൾ പുസ്തകത്തിൽ നിന്ന് എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, എന്നാൽ അതിൽ കൂടെ പല ലോജിക്കുകളെ, പല കാര്യങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് വേറെ ചില എലമെൻസുകൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൊരു വർക്കാണ് ആടുജീവിതം. റെഫറൻസസ് എടുക്കുന്ന കാര്യം പറയുമ്പോൾ ബെന്യാമിൻ എഴുതിയ ബുക്കുണ്ട് നമ്മുടെ കയ്യിൽ, അല്ലാതെ ചെയ്ത റിസർച്ചസ് ഉണ്ടാവും. പക്ഷേ പൃഥ്വിരാജ് സിനിമയ്ക്ക് മുമ്പ് നജീബിനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഡിസ്കഷൻസിൽ ഡയറക്ടറുമായിട്ട് നജീബ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, റെഫറൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബെന്യാമിനും നജീബുമായിട്ട് എൻ്റെ തിരുവല്ലയിലെ വീട്ടിലെത്തുകയും ഞാൻ നജീബുമായിട്ട് കുറേ സംസാരിച്ചു. അപ്പോൾ എനിക്കൊന്ന് നജീബ് ഇന്ന് വർത്താനം പറയുന്നതിൻ്റെ അത്രയൊന്നും അന്ന് വർത്താനം പറയില്ലായിരുന്നു. വളരെ സൈലൻ്റായ ഒരു മനുഷ്യനായിരുന്നു. ഇപ്പം എനിക്കൊന്ന് നിങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതായിരിക്കാം. അപ്പം അദ്ദേഹത്തിനടുത്ത് ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കൊന്നും ഓർക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു ചോദ്യം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, ഞാൻ ഇത്രയധികം മോശമായിട്ട് അയാൾ പെരുമാറുമ്പോൾ എപ്പോഴെങ്കിലും നജീബിന് നജീബിൻ്റെ പേര് ശരിക്കും ഷുക്കൂർ എന്നാണ്.
ആറാട്ടുപുഴക്കാരൻ ഷുക്കൂറാണ് ഈ ബെന്യാമിൻ്റെ നജീബ് ആയതിനു ശേഷം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി മാറുന്ന ഒരവസ്ഥയിൽ മാറിയതാണ്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ അർബാബിൻ്റെ അടുത്ത് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ മനുഷ്യനല്ലേ, അപ്പോൾ കണ്ണ് ഒരു ഐ കോണ്ടാക്റ്റിൽ ഇങ്ങനെ ഉണ്ടാകാവുന്ന ഒരു 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 എന്തെങ്കിലും ഒരു ദയ അല്ലെ അനുകമ്പ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാമല്ലോ എന്ന് വിചാരിച്ചു. ഇല്ല, ഞാൻ എപ്പോഴും കരയുക തന്നെയായിരുന്നു, എനിക്ക് അങ്ങനെ പറയുന്ന ഒരു ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സംസാരത്തിൽ നിന്നൊന്നും കൂടുതലായിട്ട് എന്തെങ്കിലും ബെന്യാമിൻ പറഞ്ഞതിനപ്പുറമായിട്ട് ഒന്നും കിട്ടിയിരുന്നില്ല. മരുഭൂമിയിലെ ടാങ്കറിൽ നിന്ന് വെള്ളം ലീക്കായി വന്ന് നമ്മൾ ചെന്നെത്തുന്നത് നജീബിൻ്റെ നാട്ടിലേക്കാണ്. അതുപോലുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാൻസിഷൻസ് ഉണ്ട് സിനിമയിൽ ഉടനീളം. അങ്ങനത്തെ ട്രാൻസിഷൻസ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാര്യം പല സമയങ്ങളിൽ പല കൺട്രീസിലൊക്കെ ഷൂട്ട് ചെയ്ത് വരുന്ന ഇതിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞത് തിരക്കഥയാണ്. ആ തിരക്കഥ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഒരു 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 കാലഘട്ടം എന്ന് പറഞ്ഞത് ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു സമയത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ ഞാനങ്ങനെ ഒരു മുൻകൂട്ടി ഒരു വൺ ലൈൻ ചെയ്ത സിനിമ ഞാൻ ആകെ ഒരു സിനിമയെ അങ്ങനെ എഴുതിയിട്ടുള്ളൂ, കാഴ്ച മാത്രം. പിന്നീടൊന്നും അങ്ങനെ വരുന്നത് പോലെ അങ്ങ് പോവുകയാണ്. എഴുത്തിനെ അങ്ങ് സ്വതന്ത്രമായി വിടുന്നൊരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. അതിനാണ് സുഖമെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്ന പരിസരത്തിനെ കുറിച്ച് എനിക്ക് എഴുതുന്നതിന് മുമ്പ് നല്ല ധാരണയാണ്. ഇപ്പം നജീബ് അവിടെ അയാളുമായി വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ തല്ലുകൊണ്ട് വീഴുന്നു എന്ന് അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന എന്താ, അവിടെയുള്ള ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന വസ്തുക്കളൊക്കെ ഇതിനോട് നമ്മൾ പ്രതികരിക്കും അല്ലേ. അപ്പം ടാങ്ക് ഓവർഫ്ലോ ആകും. അപ്പോൾ അറിയാതെ ഓവർഫ്ലോ ആകുന്ന അന്നേരം അല്ലേ. അപ്പം അടുത്ത ലൈൻസ് എങ്ങനെ പോകേണ്ടിയ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഓവർഫ്ലോ ആകുന്ന വെള്ളം എങ്ങനെ ഇയാളുടെ വീണ് കിടക്കുന്ന ഇയാളുടെ സൈഡിൽ കൂടെ ഒഴുകി ഇങ്ങനെ പോകണം. അപ്പോൾ ആ നനവ് ഇയാളിലേക്ക് ഇങ്ങനെ പകരും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നത്തിലാണ് അയാളും അസ്വസ്ഥനാകുന്നത് അല്ലേ. അയാൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയിൽ ഈ ജലം ഇങ്ങനെ പാഴായി പോകുന്നു. അപ്പോൾ ഈ ജലത്തിൽ വളർന്ന ഒരാൾ, ജീവിച്ച ഒരാൾ എന്ന് പറയുന്ന ഒരു കണക്ഷൻ. അപ്പം ഇയാളുടെ അരികിലൂടെ ഒഴുകുന്ന വെള്ളം അതൊരു പുഴയായി മാറിയെന്ന് ഞാൻ എഴുതി വെച്ചു. അതെ. അപ്പം അത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് തന്നെ ഒരു ഫ്ലോ ഉണ്ടാക്കി അവിടെ ഒരു ചാല് കീറി അങ്ങനെയാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്. ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് എഡിറ്റിങ്ങിൽ ഭയങ്കരമായ എഡിറ്റിലല്ല അത് സംഭവം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത വർക്കുകളാണ് അതൊക്കെ. പ്രണയത്തിൻ്റെ ആ ഒരു തീവ്രത കാണിക്കുന്നത് ആ ഒരു പാട്ടിലാണ്. ആ ഒരു പാട്ടൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പത്മരാജൻ്റെ സിനിമകളിൽ കണ്ടിട്ടുള്ള പോലെ അത്രയും തീവ്രമായ അത്രയും ഡീപ്പായിട്ടുള്ള പ്രണയം കാണാൻ പറ്റി. ആ ഒരു ഡെപ്തിനെ സിംപിളൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അണ്ടർ വാട്ടർ സീക്വൻസസ് ഒക്കെ പ്ലേസ് ചെയ്തത്? അങ്ങനെയല്ല. ഈ സിനിമയുടെ ഒരു ടോട്ടൽ നറേഷനെ കുറിച്ച് വിചാരിക്കുമ്പോൾ തന്നെ ഇയാൾ ജീവിച്ചിരുന്ന ഭൂമിക നനവുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അപ്പം അത് ജലത്താൽ, മഴയാൽ, അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ മഴ ഒരു 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 നനവുള്ള ഒരു ആർദ്രത, പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെ അങ്ങനെയാണ് അവിടെ. അതിൻ്റെ കോൺട്രാസ്റ്റ് ആണല്ലോ ഈ മരുഭൂമി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ ഒരു ലൈഫിൽ ഇയാളുടെ ഒരു ദാരിദ്ര്യമൊക്കെ ഒരു കിടക്കാൻ സ്വതന്ത്രമായിട്ട് സംസാരിച്ചിരിക്കാൻ ഒരു മുറിയില്ല എന്നൊക്കെ വരുന്ന അവിടെ ചെറിയ സീക്വൻസുകളിൽ കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അറിയാതെ മനസ്സിൽ കോറിയിടുന്ന ചില വിഷ്വലുകളുണ്ട്, അത് തേടിപ്പോകുന്നതാണ്. ഒരു റബ്ബറും തോട്ടം വെട്ടി ആണ് അവിടെ ഒരു വീടൊക്കെ സെറ്റ് ചെയ്തും അതും കാര്യങ്ങളും. ഈവൻ ഈ പമ്പയിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, മാർച്ച് മാസമല്ലേ. പിന്നെ അവിടുത്തെ ഡാം ആഴ്ചയിലൊരിക്കലൊക്കെ തുറന്നു വിടുന്നത്, അത് ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് പുഴ നിറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മനുഷ്യന്മാരെക്കാളും കൂടുതൽ കൗണ്ടിൽ സിനിമയിൽ വരുന്നത് ആടുകളും പാമ്പുകളും ഒട്ടകമൊക്കെയാണ്. അവരെ കൊണ്ടും അഭിനയിപ്പിച്ചെടുക്കണമല്ലോ. അതായത് ഒരു ആട് വിളിക്കുന്നു, വിളിച്ചെല്ലാവരെയും കൂട്ടുന്നു. ഇതിപ്പം പറയുമ്പോൾ എളുപ്പമുണ്ട്, പക്ഷെ അത് ഷൂട്ട് ചെയ്യുക, റിയൽ ആനിമൽസിനെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് എങ്ങനെ ചെയ്തു? എനിക്ക് ഏറ്റവും ഈ സിനിമയിൽ ഇഷ്ടമായി തോന്നിയത് അത് പുസ്തകത്തിലില്ലാത്തൊരു സീനാണ്. ഈ ആട്ടിൻകുട്ടി ഇങ്ങനെ മറ്റാടുകളെ വിളിച്ചു കൂട്ടുന്നു എന്ന് പറയുന്നത്. അപ്പം
കാരണം നമ്മുടെ ഈ ചുറ്റുപാടുകളെ നമുക്ക് അവിടെ ഒരു കഥയിലേക്ക് അനുകൂലമാക്കുക എന്ന് പറയുന്നതാണ് ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത്. വെച്ചാൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടൊക്കെ ചിന്തിക്കാതെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് ഒരു ഗ്ലാസ്സിൽ വെള്ളമാണെങ്കിൽ ആ വെള്ളം എങ്ങനെയാണ് നമ്മളോട് ചില കാര്യങ്ങളിൽ സംസാരിക്കുന്നത് എന്ന് വരാവുന്ന തരത്തിൽ കൊണ്ടുവരാൻ പറ്റിയാൽ അവിടെയാണ് ആ ഒരു ചെറിയ കാര്യത്തിലാണ് ഞാൻ പ്രണയത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രണയത്തിലെ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ വന്നു പോകുന്നതും എനിക്ക് ഭയങ്കര എഴുത്തിൻ്റെ ഒരു അത്ഭുതം എനിക്ക് തോന്നി. ഇതൊന്നും നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ പോലെയാ ഈ ആട്ടിൻകുട്ടിയൊക്കെ. ഈ 16 വർഷത്തിൽ ഏത് സ്റ്റേജിലാണ് AR റഹ്മാൻ ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുന്നത്? 2017 ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ കണ്ട് സംസാരിക്കുന്നതും സബ്ജക്റ്റ് പറയുന്നതും ഒക്കെ. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു പാട്ടുള്ളായിരുന്നു, ഈ സൈനുവും നജീബും കൂടെയുള്ള ഇവരുടെ ഒരു ഡ്യുവറ്റ് സോങ്. പക്ഷേങ്കിൽ പുള്ളി അത് സമ്മതിച്ചു. പുള്ളി കഥയിലേക്ക് കയറി. നമ്മളിത് സ്റ്റോറി ബോർഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത്, അപ്പം പാട്ടായിട്ടല്ല. അപ്പം ആണ് അദ്ദേഹം ഇങ്ങനെ. അപ്പോൾ പുള്ളിക്ക് ഒത്തിരി നമ്മൾ ഒരുപാട് പ്രിപ്പയർഡാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സിനിമയുണ്ടെന്ന്. എന്നെ എല്ലാ പരിചയമൊന്നും ഇല്ലല്ലോ, എൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ പക്ഷേ അന്ന് കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു കേട്ടോ. നരച്ച മുടിയൊന്നും ഉണ്ടായിരുന്നില്ല, താടി ഉണ്ടായിരുന്നില്ല. ആ പുള്ളിക്ക് അന്നേരം അതൊക്കെ ആ വിഷ്വൽസ് തന്നെ ഭയങ്കരമായിട്ടും ഇമ്പ്രസ് ചെയ്യുമായിരുന്നു. അപ്പം പിന്നീട് അദ്ദേഹം കുറേ അധികം പാട്ടുകൾ എന്നെ കേൾപ്പിച്ച് എങ്ങനെ രീതി. അപ്പോൾ ഞാൻ ഒരു ഹമ്മിങ്ങാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇപ്പം റഹ്മാൻ എന്ന് പറയുന്ന വലിയൊരു മ്യൂസീഷ്യൻ്റെ 3-4 പാട്ടുകൾ ട്യൂൺ കേട്ടിട്ട് ഏത് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രിയിൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ തനിച്ചിരുന്ന് എന്നെ കൺസോൾ ഇരുത്തിയിട്ട് പുള്ളി പോവുകയും ചെയ്തു. ഇതേ ഞെക്കിയാൽ മതി, റിപ്പീറ്റ് ആവിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഹമ്മിങ് കേൾക്കുന്ന ഒരു ഫീമെയിൽ ഹമ്മിങ്. തിരിച്ചു പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ കേട്ടതിൽ ഏറ്റവും സോഫ്റ്റായിട്ടുള്ളൊരു പാട്ടാണെന്ന് ഒരു ട്യൂണാണെന്ന് എനിക്ക് ഇതാണെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ എന്ന് വെച്ചാൽ പുള്ളി അതല്ല പ്രതീക്ഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഇയാളുടെ മനസ്സിലെ ഒരു ഓർമ്മയിലാണ് ഈ പാട്ട് വരുന്നത്. അപ്പം നമ്മളെപ്പോഴും തനിച്ചാകുമ്പോൾ നമ്മളെക്കുറിച്ചല്ല നമ്മൾ ഓർക്കുക, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെക്കുറിച്ചായിരിക്കും. അയാളുടെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ മൂളക്കമായിരിക്കും. പുള്ളിക്ക് ഭയങ്കരമായിട്ട് അത് എന്തുകൊണ്ട് എന്നുള്ളതിന് കൃത്യതയുണ്ടല്ലോ. സ്റ്റുഡിയോയുടെ വെളിയിൽ ഒരു സ്വെറ്ററൊക്കെ ഇട്ടിട്ടൊരു ലേഡി ഇങ്ങനെ ആദ്യം ഇങ്ങനെ നടക്കുന്നതൊക്കെ ഉണ്ട്. നമ്മൾ പലരും ഏതൊക്കെ രാത്രിയിലാണ്, ഒരു 11 മണി 12 മണി സമയങ്ങളിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിവേക് ചോദിച്ചു, ചേട്ടാ അതാരാന്നറിയുമോ എന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല, അതാ ചിന്മയി എന്ന് പറഞ്ഞ പാട്ടുകാരി. മറ്റേ പിന്നീട് ചിന്മയാണ് അന്നേരം ഈ മോളൽ പാടാൻ വേണ്ടി വന്ന ആളാണ്. അങ്ങനെ പിന്നെ റഹ്മാൻ സാറ് ഇങ്ങനെ പുള്ളി അറിയാതെ ഈ സിനിമയിലേക്ക് ഇങ്ങനെ കയറുകയായിരുന്നു. അപ്പം പലതും പുള്ളിയുടെ സജഷൻസ്. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്ക് തന്നാണ്. ഇവിടെ റേഡിയോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു ഈ താമസിക്കുന്നിടത്ത്. ഞാൻ പറഞ്ഞില്ല, അതിനുള്ളൊരു സ്കോപ്പും ഇല്ല. എന്ന് വെച്ചാൽ അതിനുള്ള റേഞ്ചും ഒന്നും ഉണ്ടാകത്തില്ല, അത്ര ഒറ്റപ്പെട്ട ഒരു റിമോട്ട് സ്ഥലമായിരിക്കും. അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ സാധനം വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നിട്ട് അപ്പോൾ പുള്ളി ലണ്ടനിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഈ സനമസയുടെ ഈ ബദ്വേ എന്ന് പറയുന്ന പാട്ട് എനിക്ക് തരുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് അന്ന് രാത്രിയിൽ ഇത് തന്നെയാണ് കേട്ടോണ്ടിരുന്നത്. രാത്രി മുഴുവൻ ഈ പാട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനൊരു സിറ്റുവേഷനൊന്നും തോന്നിയില്ല. ഇവർക്ക് വഴി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇനി എങ്ങോട്ട് പോകുമെന്നൊന്നും ആർക്കും ചോദിക്കാനില്ല. അതൊരു അപ്രസക്ത. അങ്ങനെ ഒരു ചോദ്യം എഴുതി വെച്ചാൽ പോലും ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാനൊന്നുമില്ല. ഇനി നമ്മളൊന്നും ചെയ്യാനില്ല എന്നുള്ള രണ്ടുപേർക്കും അറിയാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല. ഇനിയും ഒരുമിച്ച് നടക്കുന്നതേ പോലും ആവശ്യമില്ല എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊരു ഭയങ്കര ഒരു എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഇനി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് പറയുന്നൊരു വലിയൊരു ഘട്ടമാണ്. അതിനുവേണ്ടി 1-2 സീനുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നി ഇത് അത്ര പ്രസക്തമല്ല. ഈ പറഞ്ഞ പലപ്പോഴും നമ്മൾ എഴുത്തിനെക്കാട്ടും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട്, പ്രത്യേകിച്ച് ഇത്തരം ഒരു സബ്ജക്റ്റ്, ഈ ഡെസേർട്ടൊന്നും നമ്മൾ മുന്നേ അനുഭവിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ. അപ്പോൾ ഇത് നമ്മളിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോഴാണ് ഞാൻ ഈ പാട്ടിനെക്കുറിച്ച് പെട്ടെന്ന് ഓർത്ത് അതൊന്ന് വെറുതെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. അപ്പം ഭയങ്കരമായ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് തോന്നി.